സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സോന പറയുവാണ്, അതെ, മര്യാദക്ക് ആരാ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് സത്യം തുറന്നു പറയുന്നത് നല്ലത്. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അടുത്ത സെക്കൻഡ് തന്നെ ആരാ ഇത് ചെയ്തതെന്ന് ഞാൻ കണ്ടുപിടിക്കും. ശരി, ഞാനായിട്ട് തന്നെ കണ്ടുപിടിക്കാം. അതെ, പോയി വാറണ്ടിൻ്റെ ടേബിളിരിക്കുന്ന ലാപ്ടോപ്പ് ഇങ്ങ് എടുത്തുകൊണ്ട് വന്നേ. അങ്ങനെ അവിടുത്തെ ഒരു സ്റ്റാഫ് പോയി വാറണ്ടിൻ്റെ ടേബിളിരിക്കുന്ന ലാപ്ടോപ്പ് എടുത്ത് സോനക്ക് കൊടുക്കുവാണ്. അന്നേരം സോന പറയണേ, ഈ ലാപ്ടോപ്പിൽ നിന്ന് എന്തെങ്കിലും മെയിലോ മറ്റോ പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അങ്ങനെ അയാൾ ചെക്ക് ചെയ്തിട്ട് പറയണേ, ഉണ്ട് മാഡം, ആൻ്റണി ഐസക്കിന് മെയിൽ പോയിരിക്കുന്നത് ഇതേ കമ്പ്യൂട്ടറിൽ തന്നെയാണ്, അത് വാറണ്ടിൻ്റെ മെയിൽ ഐ ഡിയിൽ നിന്നും. അന്നേരം സോന പറയണേ, ഇപ്പം മനസ്സിലായില്ലേ ആരാണ് നമ്മുടെ കമ്പനിയെ ഒറ്റിക്കൊടുത്ത് നമ്മുടെ കമ്പനിയെ ചതിക്കാൻ ശ്രമിച്ചതെന്ന് എല്ലാവർക്കും ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ? ഇവിടെ CEO എന്തിഷ്ടക്കേട് പോലും മറികടന്ന് നിന്നെ നിയമിച്ചു. എന്നാൽ അങ്ങനെയുള്ള നീ തന്നെ സിഒയുടെ അവിശ്വാസം ഇത്തരം ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ കളഞ്ഞു കുളിച്ചല്ലോ. ഇത്രയും വലിയൊരു ദ്രോഹം ഈ കമ്പനിയോടും കമ്പനിയുടെ സിഇയോടും നീ കാണിച്ചില്ലേ? അതുകൊണ്ട് അങ്ങനെയുള്ളവർത്തിന് എന്ത് ശിക്ഷ കൊടുക്കണം ഞാൻ? നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. അന്നേരം അവിടുത്തെ സീനിയർ മാനേജർ പറയണേ, ഇത്രയും വലിയൊരു ചതി നമ്മുടെ കമ്പനിയോട് കാണിച്ച് ഇവനെ വെറുതെ വിടാൻ പാടില്ല, സ്റ്റേഷനിൽ വിവരം അറിയിക്കണം, ഇവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം. അന്നേരം മറ്റൊരു പെണ്ണ് പറയണേ, ശരിയാ മാഡം, ഞങ്ങളൊക്കെ ഇവിടെ ഇത്ര നാളായിട്ട് സേവനം ചെയ്യുക, ഞങ്ങളെപ്പോലുള്ള സ്റ്റാഫുകൾക്കല്ല ഇവൻ്റെ ഈ ഒരൊറ്റ പ്രവൃത്തി കാരണം അത് വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമേജല്ലേ പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ട് ഇതിനെന്താണെങ്കിലും തക്കതായ ശിക്ഷ കൊടുത്തിരിക്കണം. ഈ സമയം സോന പറയണേ, കേട്ടില്ല വരുൺ, ഇവർ പറയുന്നത് എന്താണെന്ന്? എനിക്ക് ഇതിനെതിരെ ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ. മാഡം, ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. ഞാനൊരിക്കലും എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് എൻ്റെ മെയിൽ ഐ ഡിയിൽ നിന്ന് ഇതുപോലൊരു മെയിൽ അയച്ചിട്ടില്ല. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഓ, വരുൺ അറിയാതെ എങ്ങനെയാ വരുണിൻ്റെ മെയിൽ ഐ ഡിയിൽ നിന്ന് ഇത്തരം ഒരു മെയിൽ പോകുന്നത്? അതെന്താ സ്വയം പോയതാണോ? അല്ല മാഡം, ആൻ്റണി ഐസക്കിനെ ഡീൽ ചെയ്തതും അയാളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതും ഞാനാ. എന്നെ കുരുക്കാനായിട്ട് മനഃപൂർവ്വം ആരോ ഇത് എൻ്റെ തലയിൽ തന്നെ വെച്ച് കെട്ടാൻ വേണ്ടി ശ്രമിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഞാനില്ലാത്ത തക്കത്തിന് മറ്റാരെങ്കിലും എൻ്റെ ക്യാബിനിൽ കയറി ലാപ്ടോപ്പിൽ നിന്ന് മെയിൽ സെൻഡ് ചെയ്തതും ആയിക്കൂടെ? ഓ, അങ്ങനെയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യാം? CCTV നോക്കേണ്ടി വരും. അന്നേരം അവിടുത്തെ മറ്റൊരു സ്റ്റാഫ് പറയണേ, മാഡം, ഒരു ചെറിയ പ്രശ്നമുണ്ട്. CCTV ഇന്ന് രാവിലെ മുതൽ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഓഹോ, അങ്ങനെയാണല്ലേ? അപ്പോൾ പിന്നെ എന്ത് ചെയ്യും വരുൺ? നിങ്ങൾ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ആക്ഷൻ എടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് വരുൺ, നിങ്ങളുടെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്നെടുത്ത് എന്നേക്കുമായിട്ട് ഈ കമ്പനിയുടെ പടി ഇറങ്ങിക്കോ. ഇതിൻ്റെ ബാക്കി നിയമ നടപടികൾ എന്താണെന്ന് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. അന്നേരം വരുൺ പറയണേ, മാഡം, ചിലപ്പോൾ ഇവിടുത്തെ CCTVകളൊക്കെ കംപ്ലൈൻ്റ് ആവും. എന്നാൽ ഇക്കാര്യത്തിൽ ഞാൻ നിരപരാധിയാണെന്നും എൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു തെളിവ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടെങ്കിലോ ആ തെളിവ് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്ത് തെളിവാണ് വരുണിൻ്റെ കയ്യിലുള്ളത്? പറയാം. എനിക്ക് പകരം ഈ മെയിൽ എൻ്റെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് സെൻഡ് ചെയ്തത് ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം. അങ്ങനെ വരുൺ ഫോൺ എടുത്ത് അതിൽ വീഡിയോ പ്ലേ ചെയ്യുവാണ്. അങ്ങനെ ആ വീഡിയോയിൽ കാർത്തിക വരുണിൻ്റെ ക്യാബിനിൽ കയറി വരുണിൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് മെയിൽ സെൻഡ് ചെയ്യുന്ന ആ ഒരു വീഡിയോ വരുൺ എടുത്തിരിക്കുവാണ് കേട്ടോ. അതുകൊണ്ട് സോന അങ്ങ് ഞെട്ടിപ്പോകുവാണ്. സോന മാത്രമല്ല, അവിടുത്തെ സ്റ്റാഫുകളെല്ലാം കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ. കാർത്തികയും എല്ലാ കള്ളത്തരങ്ങളും കൈയോടെ പൊക്കിയല്ലോ എന്നുള്ള മട്ടിൽ ആകെ ഭയന്ന് പറിച്ച് നിൽക്കുവാണ്. അപ്പോൾ ഇതെല്ലാം ഫോണിലൂടെ സോനയുടെ ഫ്രണ്ട്സും കാണുന്നുണ്ടാകും കേട്ടോ. അവരും സോനയുടെ പ്ലാനെല്ലാം ചീറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞ് ആകെ നിരാശയിൽ നിൽക്കുക. ഈ സമയം വരേണ്ടതെല്ലാം കാണിച്ചിട്ട് എല്ലാവരോടും പറയണേ, ഇപ്പം മനസ്സിലായില്ലേ എന്താ സത്യം എന്ന്? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളാരാണെന്ന് മനസ്സിലായില്ലേ? അന്നേരം അവിടുത്തെ മാനേജറായ ജഗന്നാഥൻ ചോദിക്കണേ, വരുൺ, താനിത് എങ്ങനെ കണ്ടെത്തി? അത് പിന്നെ എൻ്റെ എല്ലാ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി മുഴുവൻ സമയം പ്രാർത്ഥിക്കുന്ന ഒരു ലൈഫ് പാർട്ണർ എനിക്കുണ്ട്. എൻ്റെ ഭാര്യ, എൻ്റെ വൈഫ് രാധിക കാരണോ ഈ കാര്യങ്ങളെല്ലാം എനിക്ക് കാണാൻ പറ്റിയത്. അങ്ങനെ വരുൺ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് പറയുവാണ് കേട്ടോ. വരുൺ അങ്ങനെ എൻ്റെ ഒരു ഫയൽ നോക്കാനായിട്ട് ക്യാബിനിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് ഫയലൊക്കെ ഉള്ള റൂമിലേക്ക് പോകുവാണല്ലോ. അവിടെ ഫയൽ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് വരുണിൻ്റെ ഫോണിലേക്ക് രാധിക വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം വരുൺ ഫോൺ എടുക്കുക. ഈ സമയം രാധിക ചോദിക്കുന്നുണ്ട്, എന്തുപറ്റി, തിരക്കിലാണോ? അല്ല, ഈ ചോദ്യം കേട്ട തോന്നുമല്ലോ ഞാനിവിടെ വിനോദയാത്രയ്ക്ക് വന്നതാണെന്ന്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫയൽ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. താൻ വിളിച്ച കാര്യം പറഞ്ഞോ? അതെ, ഒരു സന്തോഷമുള്ള കാര്യം പറയാനാ. നമുക്ക് ഒരു വിവാഹ നിശ്ചയത്തിന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഒരു 10-200 പേർക്കുള്ള സദ്യ. ആഹാ, വലിയ ഓർഡറാണല്ലോ. അപ്പോൾ ചിലവുണ്ട് കേട്ടോ. അതൊക്കെ ചെയ്യാം. വരുൺ ഇങ്ങോട്ട് തിരിച്ചു വാ. വരുണൊരു സർപ്രൈസ് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്ത് സർപ്രൈസാ? അത് വരുമ്പോൾ കണ്ടാൽ മതി, അപ്പോഴല്ലേ അത് സർപ്രൈസ് ആകുള്ളൂ. ഓ, ആയിക്കോട്ടെ. പിന്നെ വരുൺ, മറ്റൊരു കാര്യം കൂടി പറയണമെന്ന് വിചാരിച്ചതാ. രാവിലെ ഞാൻ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് വരുണിനും വരുണിൻ്റെ ഓഫീസിലുള്ളവർക്കൊക്കെ വേണ്ടി വഴിപാട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രസാദം വരുണിൻ്റെ ബാഗിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വരുൺ അതൊന്നും എടുക്കണം കേട്ടോ. എന്നിട്ട് ഓഫീസിലുള്ള എല്ലാവർക്കും കൊടുക്കണം. ഓ, അത് ശരി. അപ്പോൾ ഓഫീസിലുള്ളവർക്കും വേണ്ടി വഴിപാട് വെപ്പിച്ചിട്ടുണ്ടോ? പിന്നല്ലാതെ.
വരൻ വർക്ക് ചെയ്യുന്ന ഓഫീസല്ലേ, അപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നവരും കൂടി നന്നായിട്ടിരിക്കണ്ടേ? എന്നാലല്ലേ എല്ലാവർക്കും കൂടി ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റൂ. അതിനു വേണ്ടിയായി പൂജയൊക്കെ. വരുൺ, ആ പ്രസാദം എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. ഓ ശരി, ആയിക്കോട്ടെ. എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എനിക്ക് വേണ്ടി ഇത്രയും സ്നേഹത്തോടെ ഒരു കാര്യം ചെയ്തതല്ലേ, വെച്ച് താമസിക്കുന്നില്ല. ഞാനിപ്പോൾ തന്നെ അത് എല്ലാവർക്കും എടുത്ത് കൊടുത്തോളാം. അങ്ങനെ പറഞ്ഞ് വരുൺ ഫോൺ കട്ട് ചെയ്ത് തൻ്റെ ക്യാബിൻ്റെ അങ്ങോട്ടേക്ക് പോകുമ്പോഴായിരിക്കും കേട്ടോ ഡോറിൽ കൂടിയും അകർത്ത് കാർത്തിക തൻ്റെ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത് വരുൺ കാണുന്നത്. അത് കാണുമ്പോൾ തന്നെ സംശയം തോന്നിയ വരുണാണെങ്കിൽ അതപ്പം തന്നെ ഫോണിൽ പകർത്തുന്നുണ്ട്. അങ്ങനെ ഇക്കാര്യങ്ങളെല്ലാം കേൾക്കുന്നതും സോനയാണെങ്കിൽ ആകെ ഞെട്ടി തകർന്ന് നിൽക്കുവാണ്. ഈ സമയം വരുൺ പറയുന്നുണ്ട്, എന്താണെങ്കിലും എനിക്ക് കാർത്തികയോട് ദേഷ്യമൊന്നുമില്ല. മേലുദ്യോഗസ്ഥർ പറയുന്നത് അനുസരിക്കുന്നൊരു കടമ മാത്രമേ കാർത്തികയോട് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ പിന്നിൽ ആരാണെന്നും എന്തിനാ ഇങ്ങനൊരു കാര്യം ചെയ്തതെന്നും എനിക്കറിയാം. മാഡം ഈ കമ്പനിയുടെ MD അല്ലേ? അങ്ങനെ കമ്പനിയുടെ ഇത്ര വലിയ പൊസിഷനിലിരിക്കുന്ന മാഡത്തിൽ നിന്ന് കമ്പനിക്ക് ദോഷമാകുന്ന രീതിയിൽ ഇത്തരൊരു പ്രവൃത്തി ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാനിവിടെ ഒരു മൂലയ്ക്ക് ഇവിടെ ഇരിക്കുന്ന സ്റ്റാഫ് മാത്രമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. എന്നാൽ ഇതിനു മുമ്പ് ഇതുപോലെ 100 കണക്കിന് സ്റ്റാഫുകളെ ഒന്നിച്ച് നിയന്ത്രിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് ഇത്തരം നിസ്സാര ഒരു കാര്യം വെച്ച് എന്നെ അങ്ങ് മണ്ടനാക്കി കളയാമെന്ന് ആരും വിചാരിക്കേണ്ട. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എല്ലാ തടസ്സങ്ങളിലും എന്നെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കാനും എനിക്ക് കൂട്ടായിട്ട് എൻ്റെ വൈഫിനെ പോലെ ഒരാൾ കൂടെ ഉള്ളപ്പോൾ എന്ത് പ്രശ്നം തന്നെ എൻ്റെ മുമ്പിൽ വന്നാലും അതിനെ ഞാൻ ധൈര്യത്തോടെ തന്നെ നേരിടും മാഡം. എന്നാൽ പിന്നെ മാഡം ഇവിടെ കൂടുതൽ നിന്ന് ബുദ്ധിമുട്ടണ്ട. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടല്ലോ. അന്നേരം സോനയാണെങ്കിൽ ആകെ നാണം കിട്ട് അവിടെ നിന്ന് പോകാൻ നിൽക്കുമായിരിക്കും. ഈ സമയം വരൻ പറയണേ, മാഡം ഒന്ന് നിന്നേ. അതെ, ഇനി ആ ഫോൺ മാഡത്തിന് തിരികെ കൊടുത്തുകൂടെ? ഇനി പുറക്കോട് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല അല്ലേ മാഡം? അങ്ങനെ ദേഷ്യത്തിലെ സോന ആ ഫോണും വാങ്ങിച്ച് അവിടെ നിന്നും ക്യാബിനിൽ പോയി ആകെ നാണം കെട്ടിരിക്കുവാണ് കേട്ടോ. ഈ സമയം അവിടുത്തെ സ്റ്റാഫൊക്കെ വരുണിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. വരുൺ, എന്നാലും അത് അടിപൊളിയായിരുന്നു കേട്ടോ. അവരുടെ അഹങ്കാരത്തിന് നല്ലൊരു അടി തന്നെയാണ് വരുൺ കൊടുത്തത്. അന്നേരം വരുൺ പറഞ്ഞേ, അതൊക്കെ വിട്ടേക്ക്, എന്തൊക്കെ തന്നെ പറഞ്ഞാലും അവർ നമ്മുടെ ബോസല്ലേ. ഇതാ എൻ്റെ ഭാര്യ പറഞ്ഞ പ്രസാദമാണ്, എല്ലാവർക്കും തരണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അവൾ വഴിപാട് കഴിപ്പിച്ചത്, എല്ലാവരും കഴിക്കുക. അങ്ങനെ വരുൺ എല്ലാവർക്കും പ്രസാദമൊക്കെ കൊടുക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് സാറ രാധികയുടെ ആറ്റുവാശ്ശേരി സദ്യയെ കുറിച്ചുള്ള വീഡിയോ ആ യൂട്യൂബർ ഇട്ടല്ലോ, ആ വീഡിയോ വീണ്ടും ഫോണിലിരുന്ന് കാണുവാണ് കേട്ടോ. അത് കണ്ട് ദേഷ്യം വന്ന് സാറ രാധികയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ രാധിക ചെന്ന് ഫോൺ എടുക്കുന്നുണ്ട്. ഈ സമയം സാറ പറയണേ, ഹലോ, ഇത് ഞാനാണ് സാറ. ഓ മാഡം വരുന്നോ? എന്താ മാഡം വിളിച്ചത്? എന്തെങ്കിലും ഓർഡർ മറ്റോ ചെയ്യാനുണ്ടോ? നീ എന്താടി എന്നെ കളിയാക്കുവാണോ? ആറ്റുവാശ്ശേരി സദ്യ തിരിച്ചു വന്നതും നിൻ്റെ അഹങ്കാരം അങ്ങ് കൂടിയോ? അയ്യോ മാഡം, എന്തൊക്കെയായി പറയുന്നത്? ഞാനെന്ത് അഹങ്കാരം കാണിച്ചു എന്നാ? എന്താണെങ്കിലും ഞാനിപ്പോൾ ആറ്റുവാശ്ശേരി സദ്യ പതിയെ തിരിച്ചു പിടിച്ച് വന്നുകൊണ്ടിരിക്കുവാണല്ലോ. മാഡത്തെ പോലെ ഒരാൾ വിളിക്കുമ്പോൾ എന്തേലും ഓർഡറോ മറ്റോ തരാനോ വിചാരിച്ചെന്ന് ഞാൻ കരുതുന്നതിൽ തെറ്റുണ്ടോ? മാഡത്തിന് കുറേ പേരെ പരിചയമുണ്ടല്ലോ, പല പരിപാടികളിലും വിഷം കലക്കാനും അങ്ങനെ ആൾക്കാരെ കൊല്ലലും ഒക്കെയാണല്ലോ മാഡത്തിൻ്റെ ഹോബികൾ. അതുകൊണ്ട് ചോദിച്ചു പോയതാ മാഡം. എടി, നീ എന്ത് കണ്ടിട്ടാടി ഈ സാറയെ എതിർക്കുന്നത്? സാറയുടെ ലെവൽ എന്താണെന്ന് നിനക്കറിയോ? അന്നേരം രാധിക പറയണേ, അത് പിന്നെ എന്താ അറിയാതിരിക്കാൻ? ഒരു പാവപ്പെട്ടവൻ്റെ കുടുംബത്തിൽ കയറി ചെല്ലുക, അവരുടെ കുട്ടിയുടെ മകൻ്റെ ബർത്ത്ഡേ നടത്തി തരാമെന്ന് പറഞ്ഞ് അവർക്ക് വാഗ്ദാനം കൊടുക്കുക, എന്നിട്ട് അവർ കഴിക്കുന്ന ആ സദ്യയിൽ വിഷം കലർത്തുക. ഇത് തന്നെയല്ലേ നിങ്ങളുടെ ലെവല്? ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് കുറച്ചുകൂടി മോശം പേരാണ്. അത് പറയാനായിട്ട് എൻ്റെ മാന്യത സമ്മതിക്കുന്നില്ല. അന്നേരം സാറ പറയണേ, നിനക്കും നിൻ്റെ ഭർത്താവ് വരനും സമയം കിട്ടുമ്പോൾ ഈ സാറ ആരാണെന്നും സാറെ എതിർത്തവരെ സാറ എങ്ങനെയാണ് നേരിട്ടെ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്ക്. അയ്യോ മാഡം, ഞങ്ങൾക്ക് അതന്വേഷിക്കാൻ തീരെ സമയമില്ല. പിന്നെ മാഡം പറഞ്ഞതുപോലെ ഞങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ തിരിച്ചു പറയാനേ ഞാൻ അത്രയ്ക്ക് ക്രിമിനൽ കേസൊന്നും നിങ്ങളെപ്പോലെ ചെയ്തിട്ടില്ല കേട്ടോ. എൻ്റെ അച്ഛൻ അതൊന്നുമല്ല എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും. പിന്നെ എനിക്കിപ്പോൾ നിങ്ങളോട് സംസാരിച്ച് നിൽക്കാനേ തീരെ സമയമില്ല. ഞാൻ ഓരോ വീഴ്ചയിൽ നിന്നും ധൈര്യത്തോടെ എണീറ്റ് വന്ന് പൊരുതാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മുമ്പിൽ നിങ്ങളല്ല, കണിമക്കളും ചന്ദ്രശേഖരനല്ല, ആര് വന്ന് നിന്നാലും ശരി, രാധികയ്ക്ക് ഒരു കുലുക്കം ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങളെപ്പോലെ അന്തസ്സില്ലാത്തവരോട് സംസാരിച്ച് വില കളയാനേ എനിക്ക് തീരെ താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞ് രാധിക ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ ദേഷ്യത്തിൽ ഉറഞ്ഞുതുള്ളി നിൽക്കുവാണ് സാറ. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയും സുകുമാരി അമ്മയും കൂടി പെട്ടിയും കിടക്കയൊക്കെ ആയിട്ട് പെരുവഴി നിൽക്കുന്നതാണ്. വാടക കൊടുക്കാത്ത കാരണം അവർ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും ഹൗസ് ഓണർ അവരെ ഇറക്കി വിട്ടിരിക്കുവാണ് കേട്ടോ. അന്നേരം മുത്തശ്ശിവരണേ, ചെന്നാലും അയാൾ എന്തൊരു പണിയാണ് കാണിച്ചാൽ നമ്മളെങ്ങനെ പുറത്ത് വിടാൻ പാടുണ്ടോ? അതിന് മുത്തശ്ശി, നമ്മൾ വാടക കൊടുക്കാത്തതുകൊണ്ടല്ലേ, അതിന് 1 മാസത്തെ വാടകയല്ലേ കുടിശ്ശികയുള്ളൂ. മുത്തശ്ശി, അത് മാത്രമല്ല, നമ്മൾ പണം പലിശക്കെടുത്ത ആൾക്കാരൊക്കെ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയല്ലോ, അതൊക്കെ അസോസിയേഷനിൽ കംപ്ലൈൻ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അതും കൂടി കൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് അവർ പുറത്താക്കിയത്. അന്നേരം മുത്തശ്ശി ചോദിക്കണേ, എന്നാലും മോളെ, നമുക്കെന്താ ഇങ്ങനൊരവസ്ഥ വരുന്നത്? നമ്മളെ ദ്രോഹിക്കണമെന്ന് തോന്നിയവർക്കൊക്കെ മുമ്പിൽ നമ്മൾ ഇത്രയും നാൾ അന്തസ്സോടെ തല ഉയർത്തി പിടിച്ച് നിന്നേല്ലേ.
വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് പിന്നെ അവസാനം ചെന്ന് കാലോടച്ച അവസ്ഥയായി പോയില്ലേ ഇപ്പോൾ നമുക്ക്. ഇനി നമ്മളെ നോക്കി കളിയാക്കി നോക്കി നിൽക്കുന്ന കുറേ പേരുണ്ട്. അവരുടെ മുമ്പിലേക്കൊക്കെ നമ്മൾ എങ്ങനെ ചെന്ന് കയറി കൊടുക്കാനോ ആലോചിച്ചിട്ട് തല പെരുക്കോ മുത്തശ്ശിയും. അന്നേരം മുത്തശ്വരനെ എന്താണെങ്കിലും നമ്മൾ ആരുടെ മുമ്പിലേക്കും പോകുന്നില്ല, ആർക്കും നമ്മൾ മുഖം കൊടുക്കാനും പോകുന്നില്ല. തൽക്കാലം കുറച്ച് നാളത്തേക്ക് എവിടെയെങ്കിലും മാറി നിൽക്കാം. ഈ സമയം ആ പ്രൊഡക്ഷൻ കൺട്രോളർ മാനേജറോടെ എത്തുവാണ് കേട്ടോ. അവരെ കാണുന്നതും സുകുമാരി ഇങ്ങനെ ദേഷ്യപ്പെടുവാ. ഓ, എത്ര നേരോടെ നിന്നേക്ക് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അമ്മച്ചി ഒന്നടങ്ങ്. എന്താടോ താൻ വിളിച്ചത് അമ്മച്ചിന്നോ? ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ മതി. പണം കൊടുക്കാനുള്ളവരെയൊക്കെ പറഞ്ഞൊന്ന് നിർത്തണ്ടേ? അതിന് ഞങ്ങൾക്ക് കുറച്ച് സമയമൊക്കെ വേണ്ടി വരും, അതങ്ങ് സഹിക്കണം. അന്നേരം സുകുമാരി ചോദിക്കണേ, എടാ താനല്ലോടെ പറഞ്ഞത് ആദ്യത്തെ 1-2 ദിവസം കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ജലപ്രളയമായിരിക്കുമെന്ന്. എന്നിട്ട് എവിടെ ജലപ്രളയം? ആരെങ്കിലും ഉണ്ടോടോ? ഓരോ തിയേറ്ററിൽ നിന്നും പടം മാറിപ്പോകുമല്ലേ? അന്നേരം അയാൾ പറയണേ, അതിൻ്റെ കാരണം എന്താണെന്നേ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കണം. ആ സിനിമ നടത്തിയ ഒരാളെ കൊണ്ടെങ്കിലും നിങ്ങൾ മനസ്സമാനത്തോടെ ജോലി എടുപ്പിച്ചിട്ടുണ്ടോ? മ്യൂസിക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ഡയറക്ഷൻ്റെ കാര്യത്തിലും അവിടെ നടക്കുന്ന ഓരോ കാര്യത്തിലും നിങ്ങളെ കൈ കടത്തിയില്ലേ? അങ്ങനെ സിനിമ കുളം തോണ്ടിയത് നിങ്ങൾ ഒറ്റൊരാൾ തന്നെയാണ്. എൻ്റെ അമ്മച്ചി, നിങ്ങൾ പറയുന്ന ആദ്യം കേൾക്ക്. ഞാൻ ഇൻഡസ്ട്രിയിൽ കുറേ നാൾ നിന്നിട്ടുള്ളതാണ്. എനിക്കൊരു കാര്യം ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾ എത്ര തന്നെ ചെയ്താലും അതിനൊന്നും ഒരു വില തരാറില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യങ്ങൾ മാത്രം നടത്തിയേ പോരെ. അന്നേരം പ്രിയങ്ക പറയണേ, അതെ നിങ്ങൾ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് തരാനുള്ള പണമല്ല ഞങ്ങൾ കൃത്യമായിട്ട് തന്നിട്ടില്ലേ? ഓ, അത് നിങ്ങൾ വലിയ ഔദാര്യം ചെയ്തതുപോലെയൊന്നും പറയണ്ട. ഞങ്ങൾ ജോലി ചെയ്ത പണോ നിങ്ങൾ തന്നത്. അന്നേരം സുകുമാര ദേഷ്യത്തിൽ പറയണേ, ഡാഡാ നീ എൻ്റെ കൺമുമ്പിൽ നിന്ന് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പോകാൻ തന്നെയാണ് നിൽക്കുന്നത്. അല്ലാതെ നിങ്ങൾക്കൊപ്പം തെരുവിൽ നിൽക്കാൻ എനിക്കെന്താ ഭ്രാന്തുണ്ടോ? താൻ വെറുതെ ഉണ്ടെങ്കിൽ വാ, നമുക്ക് പോകാം. അന്നേരം സുകുമാരി പറയണേ, അല്ല പോകാൻ വരട്ടെ, തൽക്കാലം ഇതൊന്നെടുത്ത് കാറിൻ്റെ ഉള്ളിലേക്ക് വെക്ക്. അയ്യോ, ഞങ്ങൾ എന്തിനാ അതൊക്കെ വെക്കുന്നത്? ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ തന്നെ ഇത് തല ചുമന്നുകൊണ്ട് നടക്ക്. അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകട്ടെ. എൻ്റെ കൊച്ചെ, ഇനി ഇവരെ കൂടെ കൊണ്ട് നടന്നാലേ നിനക്ക് ഉള്ള ഭാവിയും കൂടി ഇല്ലാതായി പോകും. അങ്ങനെ പറഞ്ഞ് ആരവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക പറയണേ, ഇനി എന്ത് ചെയ്യും മുത്തശ്ശി? എങ്ങോട്ട് പോകും? മോളെ, എന്താണെങ്കിലും തൽക്കാലം ഈ കയ്യിലും കഴുത്തിലുമുള്ള കുറച്ച് സ്വർണ്ണവും ഈ കാർ നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ടുണ്ടല്ലോ, അത് വിറ്റ് ഏതെങ്കിലും ഒരു ചെറിയ വീടെടുത്ത് മാറാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന്. ഇനി എന്ത് തീരുമാനിക്കാനാ? വല്ല വിഷവും കഴിച്ച് ആത്മഹത്യ ചെയ്യാം, അല്ലാതെ ഇനി എന്ത് ചെയ്യാനാ? മോളെ, നീയും കൂടി മുത്തശ്ശി ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. മുത്തശ്ശിനെ ആരെന്ത് പറഞ്ഞാലും മുത്തശ്ശിക്ക് ദേഷ്യമോ വിഷമോ ഒന്നും തോന്നിയിട്ടില്ല. എന്നാൽ എൻ്റെ പ്രിയങ്ക മോളെ ദ്രോഹിക്കുകയും മോശം പറയുകയും ചെയ്തവരോടാ മുത്തശ്ശി പ്രതികാരം ചെയ്യാൻ നിന്നിട്ടുള്ളത്. മുത്തശ്ശി, അതിനെനിക്ക് മുത്തശ്ശിയോട് ദേഷ്യമൊന്നുമില്ല. എന്താണെങ്കിലും എനിക്കിതുപോലെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ വേറെ ആരും ഉണ്ടാകില്ല മുത്തശ്ശി അല്ലാതെ. നമുക്കെന്താണെങ്കിലും നോക്കാം മുത്തശ്ശി, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വഴിയുണ്ടാവും പിടിച്ചു നിൽക്കാൻ. അങ്ങനെ പറഞ്ഞ് പെരുവഴി നിൽക്കുന്ന അവരെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് സോനയും സാറയും കൂടി കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. പെട്ടെന്ന് അവർ പോകുന്ന സമയത്ത് ആ സമയം സോനയുടെ കാറടിച്ച് ഒരാൾ തെറിച്ച് വീഴുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കണ്ട് സോന ടെൻഷനിൽ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വരുണിൻ്റെ അധികം സാധനങ്ങളൊക്കെ വാങ്ങി വഴിയിലൂടെ പരസ്പരം സംസാരിച്ച് സന്തോഷത്തോടെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് നടന്നു വരുന്നതായിരിക്കും. ഈ സമയം കാറിലിരിക്കുന്ന സാറയാണെങ്കിൽ ഈ കാഴ്ച കാണുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയ സാറ സോനയോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക. സോനയോട് പറയണേ, അതെ മോളെ, ഈ ഐക്യമുള്ള 2 പേരെ തമ്മിൽ തെറ്റിക്കുക എന്ന് പറഞ്ഞത് വലിയ റിസ്ക്കുള്ള കാര്യമാണ് അല്ലേ? അവർ ഐക്യത്തോടെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഒരു പ്രതിസന്ധിയും അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. എല്ലാവരെയും പുഷ്പം പോലെ നേരിടും അല്ലേ? ഒരു ഈഗോയും ഇല്ലാത്തവർ എല്ലാ കാലത്തും ഒരുമിച്ച് തന്നെ ആയിരിക്കും. അവരെ പിരിക്കാൻ നമ്മൾ പാടുപെടേണ്ടി വരും അല്ലേ മോളെ? അന്നേരം സോന ചോദിക്കണേ, അല്ല ചേച്ചിയെ ബുദ്ധിമുട്ടിച്ച ഐക്യമുള്ളവരാരാ? അവർ നമുക്ക് ഐക്യം ഇല്ലാതാക്കിയ പോരെ? അതെങ്ങനെ? അന്നേരം സോന തൻ്റെ പ്ലാൻ പറയുവാണ്. അപ്പോൾ ആ ഒരു സീനൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്